കോഴിക്കോട് സ്വദേശിയായ യുവാവ് ജീവനൊടുക്കിയ കേസിൽ ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളി. പ്രതി ജയിലിൽ തുടരും. ബെൻസൺ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബെൻസൺ, എന്താണ് വിവരങ്ങൾ? ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീപക് മരണത്തിൽ ഷിംജിത ജയിലിൽ തുടരും എന്ന് തന്നെയാണ്. കുന്ദമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് ഇന്ന് ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഇനി അഭിഭാഷകർ മേൽക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷിംജിതയുടെ കസ്റ്റഡി അപേക്ഷയും റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതര പരാമർശങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഷിംജിത ഇത്തരത്തിൽ ആ ബസ്സിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി ഒരു വ്യക്തത ഷിംജിതയുടെ ഭാഗത്ത് നിന്ന് വരുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അസ്വാഭാവികമായി ഒന്നും തന്നെ ബസ്സിൽ സംഭവിച്ചതായി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നും അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഷിംജിത ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന ആൾ കൂടിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിയമവശങ്ങളെ പറ്റിയെല്ലാം കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരാൾ അത് എന്തുകൊണ്ട് നിയമപരമായി നീങ്ങിയില്ല പോലീസിൽ? അതായത് ഈ സംഭവം നടന്ന പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കണ്ണൂരിലെ മറ്റേതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ തുടർന്ന് അവരുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള അവിടുത്തെ വടകരയിലോ മറ്റ് ഒരു സ്ഥലത്തും തന്നെ അവർ പോലീസിലൊന്നും തന്നെ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്താതിരുന്നു അല്ലെങ്കിൽ നിയമപരമായി നീങ്ങാതിരുന്നത് ഉൾപ്പെടെ ഈ പോലീസ് ഒരു സംശയമായി തന്നെ ഉയർത്തുന്നു. അതുമാത്രമല്ല, ഇവരുടെ ഫോണിൽ നിന്നും ഇവരെ ചോദ്യം ചെയ്ത് ഫോൺ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ ഫോൺ കസ്റ്റഡിയിലെടുത്ത ഈ ഫോണിൽ ഏകദേശം 7ഓളം വീഡിയോകൾ ഈ രീതിയിൽ ചിത്രീകരിച്ച 7ഓളം വീഡിയോകൾ ഉണ്ട്. അതിൽ ദീപകിന്റേതായി 7ഓളം വീഡിയോകൾ ഉണ്ട്. ആ വീഡിയോയിൽ ഒന്നും തന്നെ ഇത്തരത്തിലൊരു ദീപക് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നതായി സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലെല്ലാം തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഷിംജിതയ്ക്ക് എതിരായി തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, കുന്ദമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് നിലവിൽ അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത്. കുന്ദമംഗലം കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു.